ഹലോ ഗായ്സ്, രമ്യാസ് ഫുഡ് വേൾഡിലോട്ട് സ്വാഗതം. ഈ മീനിനെ കണ്ട കൂരി എന്നാണ് ഇവിടെ പറയുന്നത്. ചില സ്ഥലത്ത് ഏട്ടാന്നൊക്കെ പറയുന്നത് കേട്ടത്. ഏട്ടാന്ന് പറയും, അത് ഇച്ചിരി വലിയ മീനാണ്. ഇത് ഇച്ചിരി ചെറുതാണ്. ഇവിടെ കൂരി എന്നാണ് കൊച്ചിയിലൊക്കെ പറയുന്നത്. കടലിലെ കൂരിയാണ്. അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ അത് ഇച്ചിരി ക്ലീൻ ചെയ്യാൻ പാടാണ്, എന്നാലും ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ടേസ്റ്റുള്ള മീനാണ്. ആദ്യം ഞാൻ കത്രിക വെച്ചിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ ഭയങ്കര കട്ടിയാണ്. ഒരു കണക്കിന് ഞാൻ അതൊക്കെ വെട്ടിയെടുത്ത് പിന്നെ കല്ലിലിട്ട് വേണം നല്ലോണം തേച്ച് ക്ലീനാക്കാൻ. ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മീനിൽ മുട്ടയും ഉണ്ടായിരുന്നിട്ട് അത്യാവശ്യം. അപ്പോൾ അത് നല്ലോണം കല്ലിട്ട് ഉരച്ച് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കറി വെക്കാം. ഞാൻ ഇച്ചിരി 2 തരത്തിൽ വെക്കാം. ഒന്ന് ഇച്ചിരി തേങ്ങ ഇട്ട് മുളക് കൂട്ടി വെക്കാം, പിന്നെ മുളക് മാത്രം ഇട്ടിട്ട് കറി വെക്കാം. ഞാൻ ഇച്ചിരി തേങ്ങ ഇട്ടാണ് കറി വെക്കുന്നത്, കാരണം ഇവിടെ മുളകിട്ട് വെക്കണം അത് ഇഷ്ടമല്ല. ഇച്ചിരി തേങ്ങ ഞാൻ യൂസ് ചെയ്യും. കുറച്ച് അധികം ഇടൂല, ഒരു അരമുറിയുടെ എടുത്തിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഒന്ന് ചിരണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ഞാൻ കറി വെക്കാം. ഞാനപ്പോൾ അത് കുറച്ച് മുളകും തേങ്ങയും അരച്ചാണ് കറി വെക്കുന്നത്, കാരണം ഇവിടെ എരിവിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളകും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്കിട്ട് കൊടുക്കാം തേങ്ങയിലായിട്ട്. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കുറച്ച് വെള്ളവും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം തേങ്ങ നല്ലോണം വെണ്ണ പോലെ അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് കണ്ട നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം അരച്ചും എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കുടംപുളി, ഞാൻ ഒരു 4-5 കഷ്ണം കുടംപുളിയും ഒപ്പം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 3-4 ചുവന്നുള്ളി ചതച്ചതും ഒരു 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും എടുത്ത് വെച്ചേക്കണം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഒന്നിട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം അതിൻ്റെ ഇഞ്ചിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും ഒരു 4-5 കൊച്ചുള്ളി ചതച്ച് വെച്ചതും അതും ഇട്ട് കൊടുക്കാം. അതുമിട്ട് പതുക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് അതിൻ്റെ ഉള്ളിയുടെയും പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും 2-3 അരിഞ്ഞ പച്ചമുളകും അതും ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങാരപ്പം ഇട്ട് കൊടുക്കാം. തേങ്ങാരപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കെടുത്ത് വെച്ചേക്കുന്ന കുടംപുളി, ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കുടംപുളി ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്പം തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം ഞാൻ വെള്ളം വെക്കുന്നില്ല, എന്നാൽ കൂടി മീൻ മുങ്ങിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒപ്പം 1/2 ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം. നല്ലോണം വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കണം കേട്ടോ. ആ സമയത്ത് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ആ മീൻ ഇട്ട് കൊടുക്കാം. മീനും ഇട്ട് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഒന്ന് നല്ല ഫ്ലെയിം കൂട്ടി വെക്കണം. നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും ചെറുതീലാക്കിയിട്ട്, ഒരു വേവുള്ള മീനാണ്, ഒരു 20 to 30 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം ചെറുതീയിൽ. കുറച്ച് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കൊന്ന് മൂടിക്കൊടുക്കാം. മൂടിയിട്ട് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും ചെറുതീയിൽ വെച്ച് ഒരു 20-30 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ.
നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ചാനൽ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നല്ലൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വറ്റി, മീനൊക്കെ വറ്റി ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.